ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് ഐസ്ക്രീമിനും പുഡിങ്ങിനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു പ്രലൈനാണ് കേട്ടോ. ഇപ്പം ഈ പ്രലൈൻ ഞാൻ ചെയ്തത് പുഡിങ്ങിന് വേണ്ടിയൊന്നുമല്ല. ഒരു വെഡിങ് ആനിവേഴ്സറി കേക്കിൻ്റെ ഓർഡർ വന്നു, ബട്ടർ സ്കോച്ച്. ആ കേക്കിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പ്രലൈൻ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് നമ്മൾ പഞ്ചസാര ഇടുക. 1 കപ്പ് പഞ്ചസാര ഇട്ടത്, അത് ചെറിയ തീയിൽ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് അത് പെരിയെ തനിയെ ഉരുകി വരാൻ അനുവദിക്കുക. ആദ്യമേ അതങ്ങ് ഇളക്കാൻ പോകണ്ട. കുറച്ചൊന്ന് ഉരുകിയ ശേഷം സിലിക്കോൺ ആ ഒരു സ്പാറ്റുല ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പം. അല്ലെങ്കിൽ ഇപ്പം തടിയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേലോട്ട് തന്നെ ഒട്ടിപ്പിടിച്ച് കുറേ അങ്ങ് നഷ്ടപ്പെടും. സ്റ്റീൽ സ്പൂണൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതേൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ കാരമൽ ഇളകാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പം പറ്റുന്നതും ഇതേ കണ്ടല്ലോ, ഇപ്പം ഈ നൈഫ് ഇട്ട് നമ്മളിങ്ങനെ ഒന്ന് ചുരണ്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ ആ നൈഫിൽ കുറച്ച് പറ്റിയിരിക്കും. അപ്പം നല്ല ചൂടുള്ള ആ പാത്രം ആയതുകൊണ്ട് ആ വക്കിലോട്ടൊന്ന് വെച്ച് അതൊന്നും കളഞ്ഞു കഴിഞ്ഞാൽ ആ കാരമൽ അതിനകത്തോട്ട് തന്നെ വീണോളൂ. അപ്പം നമ്മൾ അതിലോട്ട് ഇടുന്നത് 1.25 കപ്പ് കാഷ്യൂ നട്ട്സ് ആണ്, സ്പ്ലിറ്റഡ് കാഷ്യൂ നട്ട്സ് ആണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി കഴിഞ്ഞ് ഒരുപാട് നേരം അതിനകത്തിട്ട് ഇളക്കണ്ട, കരിഞ്ഞു പോകും, പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പം അത് എല്ലാവരും ഒരുപോലെ ഒന്ന് മിക്സ് ആയാൽ ഉടനെ തന്നെ അത് ഒരു സിലിക്കോൺ മാറ്റിലോട്ട് അങ്ങ് ഒഴിക്കുക. സിലിക്കോൺ മാറ്റിലോട്ട് ഒഴിച്ചാൽ ഉടനെ തന്നെ ആ സ്പാറ്റുല ഇട്ടിട്ട് നല്ലോണം അങ്ങ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും. പിന്നെ ആ പാത്രത്തിൽ എന്തെങ്കിലും പറ്റി പിടിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയാൽ മതി. അത് വീണ്ടും അതൊന്നുകൂടെ ഒന്ന് അയഞ്ഞ് കിട്ടും. അപ്പം അതും കൂടെ ആ മാറ്റിലോട്ട് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അങ്ങ് തണുക്കാൻ വെക്കുക. അപ്പം നമ്മുടെ ഒരു കപ്പലണ്ടി മുട്ടായുടെ ഒരു മട്ടിലാകും. അതിൻ്റെ ചൂട് പൂർണ്ണമായിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അതെടുത്ത് ഒടിച്ചൊടിച്ചിടുക ആദ്യം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മിക്സിയിലോട്ട് ഇട്ടിട്ട് ഒരടി ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീരെ അങ്ങ് പൗഡർ പോലെ ആവും. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റാതായിപ്പോവും. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിനകത്ത് വേണം. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രയോജനമുള്ളൊരു സാധനമാണ് കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വന്നാലും നമുക്കാണെങ്കിലും ഒരു വാനില ഐസ്ക്രീം മേടിച്ചാലും അതിൻ്റെ മുകളിൽ ഈ പ്രലൈൻ കുറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാനും കുറച്ചുകൂടെ ഭംഗിയാണ്, കുറേ കൂടെ ടേസ്റ്റുമാണ്. ആ നട്ട്സും കാരമലും കൂടെ വരുമ്പോഴത്തെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഒരുപാട് കരിഞ്ഞു പോകരുത്. കരിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് മാറിപ്പോവും. ആ കാരമലിൻ്റെ കളറ് മാറുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ ഞാനൊരു കേക്കിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, ഒരു ബട്ടർ സ്കോച്ച് വെഡിങ് ആനിവേഴ്സറി കേക്ക്. അപ്പം ഞാൻ നാളത്തെ എൻ്റെ റെസിപ്പി ആ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസം, അതായത് മറ്റന്നാൾ, ഞാൻ ആ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോയും കാണിക്കാം. അപ്പോൾ അത് 3 അടുപ്പിച്ചങ്ങ് തീരുമല്ലോ. അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഞാൻ ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലും കാണിക്കാം. കാരണം ഇപ്പം എൻ്റെ കയ്യിൽ ബട്ടർ സ്കോച്ച് സോസ് ഇരിപ്പുണ്ട്, അതുകൊണ്ടാണേ. അപ്പം ആ കേക്ക് നാളെ കാണിക്കാം, മറ്റന്നാൾ ആ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോയും കാണിക്കാം. ഓരോ പ്രാവശ്യവും പൊടിച്ച് കഴിയുമ്പോഴേക്ക് അതിനകത്ത് കുറച്ച് പൊടിയാത്ത കുറച്ച് പീസസ് ഉണ്ടാവുമേ. ആ പീസസും പുതിയ കുറച്ച് പീസസും കൂടെ ഇട്ടിട്ട് ഇതുപോലെ എല്ലാം പൊടിച്ചെടുത്ത് മാറ്റി നമ്മൾ ഒരു എയർ ടൈറ്റ് പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഇത് പ്രയോജനപ്പെടുമേ. പിന്നെ ഇത് പൊടിച്ചെടുത്ത് ഇടുമ്പോഴേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നും. പക്ഷേ അത് പെട്ടെന്ന് നമ്മൾ ആ ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒന്നുകൂടൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് അതൊരു എയർ ടൈറ്റ് പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഫ്രിഡ്ജിലിരിക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് അങ്ങ് ക്രിസ്പ് ആയിക്കോളും. നമ്മളെപ്പോൾ എടുത്താലും അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ റെസിപ്പീസും പ്രയോജനമുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.